ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. LDC സിലബസ് പോലെ തന്നെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസും. അപ്പോൾ നമുക്കിനി ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് എക്സാം കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആരൊക്കെ കമൻറ്റ് ചോദിച്ചിരുന്നത് നമുക്ക് 50 റാങ്കിനുള്ളിൽ വന്നാലേ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് ഒരുപാട് പേര് മിക്കവാറും ഈ ഒരു ഇത് കാരണം ഒരുപാട് പേര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഇരിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ 50 റാങ്കിനുള്ളിൽ വന്നാലേ കിട്ടുള്ളൂ എന്ന് വെച്ച് മാറിയിരുന്ന അപ്പോൾ നിങ്ങൾ എത്രാമത്തെ റാങ്കിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് അത് കളയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പോഴും നമ്മൾ 100 റാങ്കിനുള്ളിൽ 100-നകത്ത് വരണമെന്നുള്ള അതായിരിക്കണം നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്ര റാങ്കിനുള്ളിൽ 50 റാങ്കിനുള്ളിൽ വന്നാലോ അല്ലെങ്കിൽ 5 റാങ്കിനുള്ളിൽ വന്നാലോ ഒക്കെ എനിക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ എക്സാം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഒരു എക്സാം കഴിയുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇത് ഒരു ആഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ശരിക്കും ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഇതേ ക്വാളിഫിക്കേഷനിലുള്ള അതുപോലെ ഈ സെയിം സിലബസ് വെച്ചിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത എക്സാമിനുള്ള ശരിക്കും നല്ലൊരു റിവിഷനുള്ള സമയമാണ് കിട്ടുന്നത്. ഇതിന് ഒഴിവില്ല, അതുപോലെ തന്നെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നവർ നിങ്ങളുടെ സമയം വേസ്റ്റാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ കഴിയും. അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം കഴിയുമ്പോഴേക്കും മിക്കവാറും LGS കമ്പനി ബോർഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. 100 days ചലഞ്ച് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊക്കെ എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ഒരു ടെലിഗ്രാം ചാനൽ ഇതുപോലെ ടൈം ടേബിളൊക്കെ ഇട്ട് കൊടുത്തു. ഒരുപാട് പേര് നമ്മൾ കമ്പൈൻ സ്റ്റഡി നടത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ മാത്രം കുറച്ച് ദിവസം അത് ഫോളോ ചെയ്ത് പോയി, അല്ലാതെ വേറെ ആരും അതിനെ ഫോളോ ചെയ്ത് പോയിട്ടില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് ടൈം ടേബിൾ ഫുള്ള് സിലബസ് അനുസരിച്ചിട്ട് ടൈം ടേബിൾ ഫുള്ള് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്നായിരുന്നു. അങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് പിന്നെ തോന്നി അത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആരെങ്കിലും ടൈം ടേബിളോട്ട് വരുമ്പോൾ നമ്മൾ അതെടുത്ത് വച്ചിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നൊക്കെ വിചാരിക്കും. മാക്സിമം 1 വീക്ക്, അതിനപ്പുറത്ത് പോവില്ല, ഉറപ്പാണ്. ഞാൻ പണ്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യത്തെ 2-3 ദിവസത്തെ വലിയ ആവേശത്തോടു കൂടി നമ്മളത് ഫോളോ ചെയ്ത് പോകും. പക്ഷേ 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സിലബസ് എടുത്ത് നിങ്ങൾ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു 100 days ചലഞ്ച് വയ്ക്കുക. നമുക്കറിയാം ASM എക്സാം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഓഗസ്റ്റിലായിരിക്കും എക്സാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു വരാൻ വേണ്ടി ശരി മെയ് 1 മുതൽ നിങ്ങൾ തുടങ്ങി. മെയ് ഉണ്ട്, ജൂൺ, ജൂലൈ, അപ്പോൾ ഈ 3 മാസം ഉണ്ട്. പിന്നെ ആഗസ്റ്റ് കുറച്ച് ദിവസം കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 100 days കിട്ടും. അപ്പോൾ 100 days ചാലഞ്ച് വെച്ചിട്ട് നിങ്ങൾ സിലബസ് എടുക്കുക. LDCയുടെ സെയിം സിലബസ് ആണ് കേട്ടോ. അപ്പോൾ ആ സിലബസ് എടുത്തിട്ട് നിങ്ങൾ ഒരു ദിവസം ഒന്നാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഹിസ്റ്ററിയിൽ നിന്നും ഒരു പോർഷൻ. ഇപ്പം ഞാൻ പറയാം, ഹിസ്റ്ററിയിൽ നിന്ന് ഇപ്പം യൂറോപ്യന്മാരുടെ വരവിൽ നമ്മൾ പോർച്ചുഗീസുകാരെ മാത്രം എടുക്കുക. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്കായിട്ട് തുടങ്ങുക. ആദ്യമേ വാരി വലിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമേ മടുപ്പ് തോന്നും. ആദ്യം യൂറോപ്യന്മാരുടെ വരവിൽ പോർച്ചുഗീസുകാരെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ജോഗ്രഫിയിൽ വന്നിട്ട് നമ്മൾ അന്തരീക്ഷം പഠിക്കുക. എക്കണോമിക്സിൽ വരുമ്പോൾ നമ്മൾ എന്താണ് 5 year പ്ലാനിൽ ഒരു ആദ്യത്തെ 5 പ്ലാൻ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാത്സിലോട്ട് വരുമ്പം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ടോപ്പിക്ക് എടുക്കുക. അങ്ങനെ ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാം. ക്വസ്റ്റ്യൻ ടാഗൊക്കെ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും. ഓക്സിലറി വെബ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഓരോ കുഞ്ഞു ടോപ്പിക്കുകൾ എടുത്ത് ഒന്നാമത്തെ ഡേ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഡേയിൽ വീണ്ടും നിങ്ങൾ ഹിസ്റ്ററിയിൽ പോയിട്ട് യൂറോപ്യന്മാരുടെ വരവിൽ ഡച്ചുകാർ പഠിക്കുക. അപ്പോൾ ഡച്ചുകാർ പഠിക്കാൻ അത്രയില്ല. അപ്പോൾ നമ്മൾ ഈ ശ്രീധരമേനോൻ്റെ ബുക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വിശദമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് പഠിക്കുന്നവരാണെങ്കിൽ
അതൊക്കെ നന്നായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി വയ്ക്കുക. അതുപോലെ എല്ലാ ടോപ്പിക്കിനും ഓരോന്നെടുത്ത് നിങ്ങൾ ആദ്യമേ ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ തന്നെ ഒരു സിലബസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പഠിക്കുക. മറ്റുള്ളവർ ഉണ്ടാക്കുന്ന സിലബസ് എടുത്തിട്ട് ചിലപ്പോൾ അവരൊരു ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന സിലബസ് എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു സിലബസ് ആയിരിക്കും. അവർ ഫോളോ ചെയ്യുന്ന സിലബസ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടാക്കിയതായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ തന്നെത്താനെ ഒരു 100 ഡേയ്സ് ചലഞ്ച് വെച്ചിട്ട് നിങ്ങൾ ഒരു 100 ഡേയ്സിലേക്കുള്ള ഇത് തയ്യാറാക്കുക. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാരണം ഞായറാഴ്ച നമുക്കറിയാം വീട്ടിലുള്ളവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോവാതെ ഇരിക്കുന്ന ദിവസമാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വെളിയിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഞായറാഴ്ച എന്തായാലും നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് സമയം നമുക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് റിവിഷന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓരോ ദിവസം വച്ചിരിക്കുന്ന ആ ടോപ്പിക്ക് നമ്മൾ മിസ്സായി പോവില്ല. അപ്പോൾ നിങ്ങളൊരു 100 ഡേയ്സ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓഗസ്റ്റിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ 100 ഡേയ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ സിലബസ് എടുത്ത് വെച്ച് തനിയെ തയ്യാറാക്കുക. നിങ്ങൾ 100 ഡേയ്സിന് വേണ്ടിയിട്ടും ആദ്യമേ തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 10 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ ആദ്യം തയ്യാറാക്കുക. 10 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക. ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ പഠിക്കേണ്ടതെന്നുള്ളത് ഒരു ബുക്കിൽ പ്രത്യേകം നിങ്ങൾ 10 ദിവസത്തേക്ക് എഴുതുക. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത 10 ദിവസത്തേക്ക് എഴുതുക. അപ്പോൾ നമ്മൾ 100 ഡേയ്സ് ആകുമ്പോൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ മിസ് ചെയ്യരുത്. ഒപ്പം നമ്മൾ എന്നും പഠിക്കുന്നതിൽ മാത്സും ഇംഗ്ലീഷും മലയാളം എന്തെങ്കിലും കുറച്ച് നേരങ്ങളിൽ കുഞ്ഞു ഭാഗമെങ്കിലും അതിൻ്റെ ഉണ്ടായിരിക്കണം എന്നുള്ളതും കറക്റ്റാണ്. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഡെയിലി ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കുക, ഒരു 50 ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കുക. അങ്ങനെ ഒരു ഇതെങ്കിലും ഇതുവരെ കറണ്ട് അഫെയർ ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഒരു 50 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി പഠിക്കുക, അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി പഠിക്കുക എന്നുള്ള ആ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വയ്ക്കുക. ഓരോരുത്തർക്കും പഠിക്കുന്ന രീതിയും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളും ഒക്കെ ഡിഫറൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന സാധനങ്ങൾ, എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതും എനിക്ക് എളുപ്പമുള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ ആദ്യം എടുത്തതാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്കത് എളുപ്പമായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറൻസ് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക. ഒരു 100 ഡേയ്സ് ചാലഞ്ച് വെച്ച് പഠിക്കുക. ഇപ്പോൾ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിന് നമുക്ക് ഒഴിവുകൾ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ 100 റാങ്കിനുള്ളിലൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ കണ്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത നിങ്ങൾ മാറ്റി വയ്ക്കുക. കാരണം ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നൊക്കെ ഒരുപാട് പേര് മാറിപ്പോവാനും അതുപോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അവരൊന്നും മിക്കവാറും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവർക്ക് ആ റാങ്കിലൊക്കെ വരാൻ പറ്റും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഈ ഒരു എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, ഒറ്റ എക്സാമേ ഉള്ളൂ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് അഥവാ ഇത്തിരി പുറകോട്ടായി പോയി എന്ന് വെച്ചാൽ പോലും ഇതിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും ഈ സിലബസ് വെച്ചിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിവിഷനുള്ള സമയമാണ് കിട്ടുന്നത്. അത് LDC പോയവർക്ക് ഏറ്റവും നല്ലൊരു അവസരമായിട്ട് നമ്മുടെ കമ്പനി മോഡ് LGS ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ബീവറേജ് LD, VFA, ബീവറേജ് LD ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിലബസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒരു ടൈം ടേബിൾ തന്നെ ഇത് തയ്യാറാക്കുക. അപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെത്താനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചിട്ട് എന്താ കാര്യം? പഠിക്കാൻ ഉള്ളിലൊരു ആഗ്രഹമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാനുള്ള ഇത് നമ്മൾ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം ശരിക്കും നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ഒരു ബുക്ക് എടുക്കുക, അതിലെന്തൊക്കെയാണ് ഇന്ന് ടൈം ടേബിൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നിങ്ങളുടെ രീതിയും നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾക്കേ അറിയാവുള്ളൂ. അത് മറ്റൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ചിലപ്പോൾ രാവിലെ ഒരാൾക്ക് നന്നായിട്ട് സമയം കിട്ടുമായിരിക്കും, മറ്റൊരാൾക്ക് ചിലപ്പം രാവിലെ ഒരുപാട് പണിയുള്ളതായിരിക്കാം, അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യ രീതി അനുസരിച്ച് ഒരുപാട് സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് മറ്റൊരാൾക്ക് ടൈം ടേബിൾ പറഞ്ഞു തന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെത്താനെ ഒരു ബുക്ക് എടുത്തിട്ട് സിലബസും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ 100 ഡേയ്സിനുള്ളിൽ ഈ സിലബസ് എങ്ങനെ തീർക്കാം. ആദ്യത്തെ 10 ദിവസത്തെ പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാ ഇതിനും ഏറ്റവും ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക് എടുത്ത് പഠിക്കുക. ശേഷം നിങ്ങൾ ഹോട്ട് ടോപ്പിക്സിലോട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ കുറച്ച് ദിവസം ഒരു 2 വീക്സ് ഒക്കെ പഠിച്ച് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ പഠിക്കുന്ന ആ ഒരു ഇതിൽ മാത്രമായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾക്ക് രാത്രി ഉറക്കമൊന്നും വരില്ല. സത്യമാണ്, നമുക്ക് ഉറങ്ങാൻ പോലും തോന്നാറില്ല.
അത്രയ്ക്ക് നമ്മൾ ആ ബുക്കിൻ്റെ ലോകത്തായി മാറും. പക്ഷേ ശരിക്കും അങ്ങനെ വരണം. അങ്ങനെ വന്ന ഒരു 10 ദിവസമൊക്കെ നിങ്ങൾ ടൈം ടേബിൾ ആദ്യം തയ്യാറാക്കുക, അത് പഠിക്കുക, റിവിഷന് വേണ്ടിയിട്ട് ഞായറാഴ്ച ഉപയോഗിക്കുക, കറണ്ട് അഫെയർ മാത്സും ഇംഗ്ലീഷും നിങ്ങൾ എന്നും പഠിക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇത് കുറവാണ്, ഇത് ഒഴിവ് കുറവാണ്, നിയമനം നടക്കുന്നില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് അടിച്ചിരിക്കാതെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് നമുക്ക് ഒരുപാട് ഇത്തിരി പിറകിലാണെങ്കിൽ പോലും നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ സെയിം സിലബസ് സെയിം ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരിക്കും കിട്ടുന്നത്. ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ റിവിഷൻ ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും. മെയ് 1 മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം 100 ഡേയ്സോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെന്നും ഞായറാഴ്ച റിവിഷൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നും പഠിക്കണം. ഏതെങ്കിലും ഒരു ടൈം എടുത്തിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാനെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ താനെ സിലബസ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി 10 ഡേയ്സ് വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 100 ഡേയ്സ് ടൈം ടേബിളും എഴുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. എഴുതി കഴിഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേനും മടുക്കും, അല്ലെങ്കിൽ പകുതിയാകുമ്പോൾ മടുത്തിട്ട് എടുത്ത് കളഞ്ഞിട്ട് പോകും. അതിനേക്കാളും വേറെ 10 ദിവസത്തെ നിങ്ങൾ കുറച്ച് എല്ലാത്തിനും കുറച്ച് ടോപ്പിക് എടുത്ത് 10 ദിവസത്തേക്ക് പഠിക്കും. ഇംഗ്ലീഷും മലയാളം മാത്സും 10 മാർക്ക് വീതം. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കറണ്ട് അഫയേഴ്സ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം 10 മാർക്ക് എന്തോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ 20 മാർക്കുണ്ട്. അതുപോലെ നമ്മുടെ ഫിസിക്സ് ഒരുപാടുണ്ട് പഠിക്കാൻ, 3 മാർക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ കെമിസ്ട്രി 3 മാർക്ക്, നമ്മുടെ ബയോളജി പൊതുജന ആരോഗ്യം അത് വന്നിട്ട് 6 മാർക്കുണ്ട്. അപ്പം സുപ്രധാന നിയമങ്ങൾ 5 മാർക്കുണ്ട്. ഭരണ സംവിധാനം 5 മാർക്കുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുപ്രധാന നിയമങ്ങളും ഭരണ സംവിധാനം നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശരിക്കും ആദ്യം പഠിക്കുന്നത് തീർച്ചയായിട്ടും 5 ഇയർ പ്ലാൻ ആയിരിക്കും. എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ് 5 ഇയർ പ്ലാൻ. അതിങ്ങനെ വായിച്ച് 10-12 പ്ലാൻ ഇങ്ങനെ പഠിച്ചിരിക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റുക. സത്യം പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കാണുന്ന എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അനുബന്ധിച്ചുകൊണ്ടുള്ള വസ്തുതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറിയിരിക്കുന്നത് ആ രീതിയിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാതെ ശരിക്കും എക്കണോമിക്സിൽ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇപ്പോൾ RBI ചോദിച്ചു കഴിഞ്ഞാൽ RBIയുടെ ബേസിക് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അതിന് യൂട്യൂബിൽ എക്കണോമിക്സ് ഒക്കെ എടുക്കുന്ന നല്ല ക്ലാസ്സുകൾ കാണും. അല്ലെങ്കിൽ തന്നെ +2 +1 ക്ലാസ്സുകൾ എടുക്കുന്ന സാർമാരുണ്ട് ഈ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അത്തരം ക്ലാസ്സുകൾ കാണുന്നത് എനിക്കൊന്ന് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എക്സാമിന് ഇതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം അത്രയധികം നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു വർഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.